ആവേശത്തിൽ നിൽക്കുകയാണ്. എങ്ങനെ ഒരു ആവേശം? ആവേശം എന്ന് പറഞ്ഞാലേ സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിച്ചതൊക്കെ വൻ വിജയമാരാണ്. നമുക്ക് പറയാം തഹിയ ഇങ്ങനെയാകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. തഹിയ 5 കോടി കിടക്കില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരിക്കുമ്പോഴാണ് അത് 46 കോടി കഴിഞ്ഞു. ക്ലോസ് ചെയ്തിട്ട് ഇപ്പോഴും ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേറെ ആവേശത്തിലാണ് തങ്ങളെ യാത്ര കാത്തിരിക്കുന്നത്. അത് കഴിയുമ്പോഴേക്ക് ഈ കാണുന്ന വലിയ മഹാനഗരത്തിലേക്ക് 33,000 ആളുകൾ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 23,000 ആളുകളെയാണ് ജനറൽ ക്യാമ്പിലേക്ക് തീരുമാനിച്ചത്. പക്ഷെ ആ ജനറൽ ക്യാമ്പിലേക്ക് 23,000 ആളുകൾ പറഞ്ഞ ഡേറ്റിന് മുന്നേ ആയി കഴിഞ്ഞു. പക്ഷെ ഇനിയും നിരന്തരമായി ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഈ ഡിസംബർ 8 വീണ്ടും ഒന്നുകൂടി ആ സൈറ്റ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ഫെബ്രുവരി ആകാൻ വേണ്ടി നാവട്ടെ അവിടെ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ മൊത്തം കാസർഗോഡ് കുനിയയിൽ വന്ന് അള്ളാഹുവിന് വേണ്ടി കുനിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. വലിയ സമസ്തക്ക് വേണ്ടി കുനിയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതെ, അറഫയിൽ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ കുനിയാൻ ചെയ്യാം. അല്ല, ആരും അഹങ്കാരത്തിൽ നിൽക്കാറില്ല. അപ്പൊ കുനിയാനാണ് എല്ലാവരും കൊണ്ട് വരുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കിട്ടിയ നിഅമത്തിന് വേണ്ടി ശുക്ർ ചെയ്യാൻ, കുനിയാൻ വേണ്ടി തന്നെ കുനിയിലേക്ക് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. കാരണം സമ്മേളനം അങ്ങ് ഏറ്റെടുക്കുകയാണ്. കാരണം ഈ ഒരു നഗരിയിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു പൊരി വെയിൽ, ഉച്ച 3:10 ഇപ്പോൾ ഈ സമയം, പൊരി വെയിലാണ്. ഒരു പന്തലും ഇവിടെ ഉയർന്നിട്ടില്ല, ഉയരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആളുകൾ ഈ കുറഞ്ഞ സൗകര്യം മാത്രമാണ് അവിടുത്തെ ഒരു പന്തലിനകത്തൊരുക്കിയിട്ടുള്ളത്. ഏകദേശം 10-100ഓളം ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു പന്തലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഈ വെയിലിനെ ഒന്നും വകവെക്കാതെ സമസ്തയുടെ വിളി കേട്ട് അവരിങ്ങ് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം MT ഉസ്താദൊക്കെ പലപ്പോഴും ഒരു കാര്യം പറയാറുണ്ടായിരുന്നു, സമസ്ത സമ്മേളനത്തിന് പറ്റിയ ഒരു സ്ഥലം ഞങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇവർ കണ്ടെത്തിയ ഈ ഒരു സമ്മേളന നഗരി എന്ന് പറയുന്നത്, ഇവിടെ എത്തുമ്പം അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ഞെട്ടിപ്പോകും. കാരണം കുനിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഞാനോ നിങ്ങളോ കേൾക്കുന്നത്, ഒരു പക്ഷെ നമ്മിൽ പലരും കേൾക്കുന്നത് ഈ ഒരു സമ്മേളനം സമസ്ത ഇവിടെ പ്രഖ്യാപിച്ചതോടു കൂടിയാണ്. പക്ഷേ ഈ ഒരു സമ്മേളന പ്രഖ്യാപനത്തിന് ശേഷം ഈ കുനിയ ലോകം മുഴുവൻ അറിയപ്പെട്ടു. പക്ഷെ അതിനൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഈ കുനിയയിൽ 10,000-ങ്ങളെ അല്ല, ലക്ഷങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു സ്ഥലമുണ്ടോ, പ്രദേശമുണ്ടോ എന്നുള്ളതായിരുന്നു. ആ സ്ഥലം നമ്മളിവിടെ കാണുമ്പം നമ്മൾ അത്ഭുതപ്പെടും. കാരണം അതിവിശാലമായ ഒരു പ്രദേശമായിട്ട് ഈ ഒരു കുനിയ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇവിടെ മാറുന്ന മനോഹരമായ കാഴ്ച. കാരണം ഒരു തലയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് നമുക്ക് എത്താൻ ഒരിക്കലും സാധ്യമല്ല. നമ്മളിതിൻ്റെ മുമ്പ് ബാംഗ്ലൂർ സമ്മേളനം നമ്മൾ വളരെയധികം അഭിമാനത്തോടു കൂടി കൊണ്ടാടി. ആ ഗ്രൗണ്ടിൻ്റെ വലിപ്പത്തെക്കുറിച്ചൊക്കെ പലരും ചർച്ച ചെയ്തു. ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരത്തിലുണ്ടോ, അവിടെ സമ്മേളനം നടത്തുമ്പോൾ ആളെത്തുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അന്നും ഒരു ആശങ്കക്കും ഇടയില്ലാത്ത തരത്തിൽ ആ ഒരു ഗ്രൗണ്ട് നമ്മെ, പാലസ് ഗ്രൗണ്ട് നമ്മെ ഞെട്ടിച്ചുവെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു സമ്മേളന നഗരി. തൊട്ടുപിറകിൽ ഇതിൻ്റെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തികൾ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഏരിയയിലും ഓരോ ഭാഗങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ സമയത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ വേദിയിൽ ഒരു ഭാഗത്ത് ഈ വേദിയുടെ ഒരു ഭാഗം പന്തലിൽ ഇവിടെ ഉദ്ഘാടന ചടങ്ങ്, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രഭാഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയൊരു സമ്മേളനം മാത്രമാണ് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ ആളുകളുടെ എണ്ണം നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിക്കായയുടെ പ്രവർത്തകർ ഈ പന്തലിന്റെ മുൻപിൽ ഇവിടെ എത്തി അതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോൾ അവസാനവട്ടം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.